ഡൊമിനിക്ക്, നീ കുറച്ച് ഹോൾഡ് ചെയ്യടാ കേട്ടാ. അത്രക്ക് മുട്ടി നിൽക്കുകയാണ് നിനക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാ. കസാക്ക് ഉരുട്ടി കിസ്ദാർ പെടകോടി പാണ്ടിക്കറമ്പാറ പോലെ പാണ്ടിക്കരിമ്പാറ കടയാടി ബേബി. അത് വേണം. അല്ല, അത് മാത്രമല്ല, ഈ ജോലിയോടൊരു പാഷൻ ഉണ്ട് എനിക്ക്. രാവിലെ തനിക്കും എനിക്കും അറിയാം, തൻ്റെ ആകെയുള്ള പാഷൻ എന്ന് പറയുന്നത് ഇന്ന് ഇങ്ങോട്ട് വന്ന പാഷൻ പ്രോയാണ്. പേപ്പട്ടി അടിച്ച് കയറിയ എന്തേടാ ഉടുപ്പ് രണ്ടിനും എടുത്താ. എടാ കേറി കേറിച്ചോ കേറി. ലൈസൻസ് ആണോ? ഏകദേശം ഒരു 5 കാറിന്റെ നീളമുണ്ട് നാട്ടിലത്തെ 5 വണ്ടിയാണ് പരത്തി പ്ലേറ്റ് ആക്കി. ഈ സാധനത്തിലാണ് നമ്മൾ പോണ കേട്ടാ. ആരംഭം മതിരട്ടുമേ എന്റെ മോനെ. ഓവർടേക്ക് ചെയ്യണ ഇന്നലെ തുടങ്ങണം. ഇന്നലെ രാവിലെ ഓവർടേക്ക് ഇത് ഫുള്ളാക്കാൻ പറ്റുള്ളൂ. മക്കളെ ഇതേത് വണ്ടി, ഇതൊക്കെ കൂറ്റമ്പാറ അങ്ങാടി കൂടെ കൊണ്ടുപോകണം. ഇതെന്താ പറയാ, നമ്മളാ തിരിച്ചുമ്പോ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ് തട്ടും. ഈ വണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ, ഈ വണ്ടി നമ്മൾ പെരെ കൊണ്ടുപോകണേ നമ്മളെ പെരേക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റാത്ത വണ്ടിയാണ്. കാരണം ഈ വണ്ടി നമ്മൾ പെരെ വാങ്ങി നിർത്തിയിട്ടാൽ നമുക്ക് ഗേറ്റ് അടക്കാൻ കഴിയില്ല. കാരണം പൗതി റോട്ടിലാവും. ഗേറ്റ് അടച്ചിട്ട് ഗേറ്റ് കുടുങ്ങും വണ്ടിമേ. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു 10 വണ്ടിന്റെ പാർക്കിംഗ് ഫീസ് അടച്ച്. എന്താ ഇത് ചേർത്ത് റോഡ് ബ്ലോക്ക് ആവും. ഒറ്റ കാര്യം കേട്ടെ, 1 കിലോ പഞ്ഞിക്കാണ് 1 കിലോ പഞ്ചസാരക്കാണ് വെയിറ്റ് കൂടുതൽ? പഞ്ഞിക്കായിരിക്കും. നിനക്ക് എന്തുണ്ടെന്ന് പറഞ്ഞ? ചില സമയത്ത് ബുദ്ധിയില്ലായ്മ വരും. ചില സമയത്ത് 1 കിലോ കല്ലിനാണോ 1 കിലോ അരിക്കാണോ വില കൂടുതൽ, ഈ വെയിറ്റ് കൂടുതൽ? അരിക്ക്. രണ്ടും 1 കിലോ അല്ലേ? ഞാൻ ഉദ്ദേശിച്ച ഒരു ചാക്കായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ചാക്കാണെങ്കിൽ അതിൽ 1 കിലോ അല്ലേ? ചാക്ക് 35 കിലോ ഉണ്ട്. നിന്നെ ഞാൻ ചോദിച്ചത് 1 കിലോ അരിക്കാണോ 1 കിലോ കല്ലിനാണോ വെയിറ്റ് കൂടുതൽ? കല്ലിനരിക്ക. എടാ രണ്ടും ഓരോ കിലോ അല്ലേ? അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ? അപ്പൊ ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ? രണ്ടിനും ഒരേ വെയിറ്റ് ആണ്. അപ്പൊ 1 കിലോ കല്ലും 1 കിലോ അരിയും വെച്ച് ഏതിലായിരിക്കും ക്ലാസ്സിൽ വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക? കല്ലിനായിരിക്കും. നിന്നെ ഞാൻ ചാക്കി കെട്ടിക്കൊണ്ട് കളയും ഞാൻ പറഞ്ഞേക്കാം. ദേശീയ പതാകയുടെ കളറുകൾ ഏതൊക്കെയാണ്? 3 കളർ. ഏതൊക്കെയാ? ഇളം മഞ്ഞ, പച്ച, വെള്ള. ഹലോ, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നല്ലതേ ഉള്ളൂ. സ്വാതന്ത്ര്യം ആവണം, സ്വാതന്ത്ര്യമാണ് ആവശ്യം. പക്ഷെ ഇപ്പം ഇവിടെ പറ്റണില്ല. ഇപ്പം ഇവിടെയുള്ള പെണ്ണുങ്ങൾ തുണി തൊടാതെ നടക്കും. എന്താണ് ഇപ്പൊ ഈ 1 വർഷത്തിന് ഇപ്പുറം വച്ചാണ് ഇത്ര അഴിമതി ഇവിടെ നടക്കുന്നത്. എന്തൊക്കെ അഴിമതിയാണ്? തുണി തൊടൂല. ദേഹത്ത് തുണി ഇടാത്തത് അടുത്ത ജന്മം പട്ടിയായിട്ട് ജനിപ്പിക്കും. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാണ്? സ്വാതന്ത്ര്യം നല്ലതാണ്. ഏത് വർഷമാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഞാനാ അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെല്ലാം നടക്കും കുട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നതാരാ? ആര്? ഗാന്ധിജി. ഗാന്ധിജിയാണ്. ഗാന്ധിജി എവിടെ ജനിച്ചത്? ഗാന്ധിജി ഇവിടെ ജനിച്ചതല്ല, പക്ഷേ ഗാന്ധിജി കൊന്നു. സത്യം. ഗാന്ധിജി ഇന്ത്യയിലാണോ ജനിച്ചത്? ഇന്ത്യയിൽ എവിടെയാണ് ജനിച്ചത്? ഞാൻ ഇവിടെ തന്നെ ജനിച്ചു. ഗാന്ധിജി എവിടെ ജനിച്ചത്? ഗാന്ധിജിയുടെ സ്ഥലം ആന്ധ്ര അല്ലേ? ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തിനായിരുന്നു വന്നത്? ബ്രിട്ടീഷുകാർ ഇവിടെ കിട്ടണം. ഇവിടെ കിട്ടാൻ വേണ്ടി നമ്മളെ കേരളം കിട്ടണം. ട്രിവാൻഡ്രം അത് നേടിയെടുത്തിട്ട് ഇപ്പൊ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇപ്പൊ വരുന്നത്? ആഘോഷം നമുക്ക് നല്ലപോലെ നടക്കണം. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അച്ഛാ, ചേച്ചി വിളിച്ചിട്ട് എണീക്കുന്നില്ല. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. നീ ഏതുവരെ പഠിച്ചു? +2 വരെ. നിനക്ക് ഹിസ്റ്ററിയെ പറ്റി എന്തറിയാം? ഞാൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയും.
എന്താടാ പുതിയ വണ്ടിയൊക്കെ എടുത്തിരിക്കണു? ഇതിന്റെ സ്പീഡൊക്കെ എങ്ങനെയാണ്? MBD പിടിക്കൂ? ഓ, പുതിയ വണ്ടി എടുത്തതിന്റെ ഷോയാണോ? അതൊക്കെ പോട്ടെ, ഒരു റൗണ്ട് ഊട്ടിക്കാൻ തരുമോ? ബ്രോ എണ്ണടിക്കാൻ വന്ന ബ്രോ എണ്ണടിക്കാൻ വന്ന നല്ല ചലഞ്ച് കേട്ടാ. ബ്രോ ചലഞ്ച് ഉണ്ട്. ബ്രോക്ക് 30 സെക്കൻഡ് സമയമല്ല. ബ്രോക്ക് എത്ര ഉള്ള എണ്ണ അടിക്കാം? അപ്പൊ അടിക്കാം ബ്രോ. അടിച്ചോ. ബ്രോ 550 കൊടുത്തോ. ഗൂഗിൾ പേ ആണോ? എടാ സ്കാനർ കാണിച്ചു കൊടുത്തേ. ഭയങ്കര ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു. പിന്നെ ലാലേട്ടനും നമുക്ക് എന്തായാലും ഒരു ചെറിയ വീഡിയോ കാണാം. ബേസിക്കലി അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ്. എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ്, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല. നമുക്ക് കുറച്ച് ഇതെല്ലാം ഉണ്ട്, വൃത്തിയെല്ലാം ഉണ്ട് അല്ലേ മുസ്ലിയാറെ? നിങ്ങൾ എന്താണ് കാട്ടുന്നത്? Who is your role model in life? Abdul Kalam. Abdul Kalam. Have you read about APJ Abdul Kalam? He is a normal human being. Yeah? Normal human being. Some cinema people, they were not like me. They were not like you. Yeah. They were not good people. They were that don't know, but they were some film industries directors. They are like me to industry to act. Some are not like. ഇത് കണ്ടാൽ ഹംബ് എന്ന് പറയണം. എന്ത്? ഹംബ്. അപ്പോൾ ഇത് കണ്ടാലോ? ഹംബംബോ എന്ന് പറയും. ഹായ് ഗൈസ്, ഞാനും സുധാകരനും റെഡ് സ്ട്രീറ്റിൽ വരെ പോവാ. ഇനിയിപ്പൊ ഈ പ്രായത്തിൽ എയ്ഡ്സ് വന്ന് ചത്താലും ഒരു കുഴപ്പമില്ല. ഹലോ ടീച്ചറെ, എന്നെ മനസ്സിലായോ? മോനെ മനസ്സിലായില്ലല്ലോ. ഞാൻ ടീച്ചറിന്റെ 10ലെ സ്റ്റുഡന്റ് ആയിരുന്നു. ആണോ? കൊറേ വർഷമായില്ലേ, ഒന്നും ഓർമ്മയില്ല, മറന്നുപോയതാ മോനെ. ടീച്ചർ ഉച്ചയ്ക്ക് ചോറെടുക്കാൻ പറഞ്ഞില്ലല്ലോ അല്ലേ? പഞ്ചസാര ഫ്രീ കിട്ടിയില്ലല്ലോ. എന്തിനു മോൻ? ഇതില് ഷുഗർ ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ ചേട്ടാ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഞാൻ തോൽക്കും. ന്യൂട്ട ഇങ്ങനെ കണ്ടുപിടുത്തെന്ന് പറഞ്ഞ് നടക്കാതെ പോയി വല്ല എക്സാം എഴുതി ജോലി പഠിക്കാൻ നോക്ക്. മൂട് പോയി. കുട്ടികളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ ലീവാണ്. നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കോളൂ. ഊമ്പിക്കോ, കളിയൊന്നുമില്ല. ബുക്ക് എടുക്കണ പിള്ളേരെ, നമുക്ക് കുറച്ച് കണക്കുപാഠം തീർക്കാനുണ്ട്. ബാവൂട്ടിന്റെ മോൾ ആയിഷയല്ലേ? എന്താ ഇവിടെ നിക്കണേ? ഒരേല് പോവീൻ. ആയിഷാന്റെ ഗോതം ഒന്ന് പോയാടാ കാബർക്കി. മീൻകറിക്ക് എന്ത് പറ്റി? ആരാ ഉണ്ടാക്കിയത്? നമ്മുടെ പ്രിയയാണ്. മീൻ നന്നായി കഴുകണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ കംഫർട്ട് ഇട്ട് കഴുകി. അമിതമായി മദ്യപിക്കുന്ന യുവജനതയോട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? സോഡ ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ഐസിട്ട്. തുടച്ചു വൃത്തിയാക്കിയിട്ട തറ ഉണങ്ങുന്നതിന് മുന്നേ ചവിട്ടിയതിന് ഭാര്യ ഭർത്താവിനെ അടിച്ചു കൊന്നു. സ്ത്രീയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? ഇല്ല. തറ ഉണങ്ങിയതിനു ശേഷം അകത്തേക്ക് കയറാനാണ് പ്ലാൻ. ആന്റി, ലവ് മാരേജിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെ, സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അത് മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിൽ മാത്രം.
കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ആയില്ലേ മോളെ? വിശേഷമൊന്നും ആയില്ലേ? അമ്മച്ചിക്ക് നല്ല പ്രായമുണ്ടല്ലോ, ഇതുവരെ ചത്തില്ലേ? ഞാൻ വാസ്കോ ഡ ഗാമ പോർച്ചുഗലിൽ നിന്ന് വന്നതാണ്. അവിടെ ദൂരത്ത് കുറച്ച് ആനകളെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ തൃശ്ശൂരാണെന്ന് തോന്നുന്നു. ഹലോ കേരള, ഞാൻ എത്തി. ഇവിടെ കോഴിക്കോട് കാപ്പാട് ഇറങ്ങിയിട്ട് തൃശ്ശൂരല്ല എത്തിയത് കുഴപ്പമില്ല. ഇവിടുത്തെ ആളുകളൊക്കെ നൈസാന്ന് തോന്നുന്നു. ഒരിക്കൽ വന്ന് പൊറോട്ടയും ഇറച്ചിയും വാങ്ങി തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റഷീദൊക്കെ ചതിച്ചു ഗൈസ്. ഇക്കയ്ക്ക് വേണ്ടത് മറ്റേതാ. എന്റെ പറങ്ങി മുത്തപ്പ കാത്തോളണേ. മനുഷ്യനല്ലേ പുള്ളേ. ഹലോ ഗൈസ്, ന്യൂട്ടൺ ആണ്. ഞാനേ ഓരോ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കുറെ ആലോചിച്ച് ആകെ തല പൊണ്ണാക്കായി നിൽക്കുക ഗൈസ്. അയ്യോ, തല പൊളിഞ്ഞു ഗൈസ്. യെസ്, ഐഡിയ കിട്ടി ഗൈസ്. ഇത് ഉപ്പിലിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഗ്രാവിറ്റി എന്നൊരു സാധനം കണ്ടെത്തി ഗൈസ്. പക്ഷെ ഞാൻ എല്ലാം കത്തിച്ച കളയാം. ഇല്ല, ഇനി ജനിക്കുന്നവന്മാരെ പ്രാക്ക് കേൾക്കേണ്ടി വരും. ചേച്ചി 9ന്റെ ഷൂസ് ഉണ്ടോ? ഇവിടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഷൂ മാത്രമേ ഉള്ളൂ മോനെ. ജോലിക്കാരിയെ നോക്കി കിട്ടുന്നില്ല. അവര് നല്ല ക്യാഷാ പറയുന്നത്. എന്ത് ധൈര്യത്തിന്റെ പുറത്താണാവോ അവള് കൂട്ടുകാരെ കൂടെ ഉല്ലസിക്കാൻ പോയെ. നീ വിഷമിക്കാതെ ഇരിക്കടാ, എല്ലാം ശരിയാവും. ഓപ്പ് ഇത് കഴുകിയിട്ട് കഴിയുന്നില്ലല്ലോ. എന്റെ മോന് മരുമോളോട് പുച്ഛം. വീട്ടുജോലി ഒരു ജോലിയല്ല അത്രേ. അപ്പൊ അവനൊന്ന് പഠിക്കട്ടെ. ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങി മക്കളെ. കൂടെ എന്റെ മരുമോളാ മക്കളെ. ഞങ്ങൾ ട്രിപ്പിലാ. കാശിന് വേറെ ആളെ വെക്കുമ്പോ മനസ്സിലാവും വീട്ടുപണിയുടെ വില. ചിന്തകൾ മാറാൻ കുടുങ്ങിയ അമ്മൂമ്മയുണ്ട് മക്കളെ. ഇതിനെയൊക്കെ എങ്ങനെയാ വളർത്തുന്നത്? ഇതിന് തീറ്റ കൊടുത്ത് വളർത്തുന്നു. അമ്മേ, അമ്മയ്ക്ക് ഇവനെ പേടിയില്ലേ? ഇവൻ എന്റെ കുട്ടിയാണ്, എന്റെ കൂടെ എന്നും ഉണ്ടാവും. ഇവന്റെ കാലശേഷം അമ്മയെ ആര് നോക്കും? നിന്റെ തന്ത വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ സുഖമാണോ? കുറച്ച് സുഖക്കുറവുണ്ട്. കണകൊണ ചോദ്യങ്ങൾ ചോദിക്കരുത്. മുമ്പ് ഒരുത്തം വന്നതാ. കരടിക്കുട്ടൻ എവിടെ കണ്ടില്ലല്ലോ അമ്മ. തെങ്ങിന്റെ തടവെടുക്കാൻ വിട്ടേക്കുക. എന്തൊക്കെ അറിയണം. അമ്മേ ഞാൻ പാവുവാ. ഈ കണക്കൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. ഗ്രൗണ്ടിൽ പോയി വല്ല ഫുട്ബോളും കളിക്കും. എല്ലാം ഇറങ്ങിപ്പോ. പരീക്ഷയ്ക്ക് തോറ്റ കൊച്ചു മയിലുകളൊന്നും ഈ മാർക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണ്ട. നല്ല അടി കിട്ടും. നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടിങ്ങ് തന്നാ മതി. എല്ലാവരും തുണ്ട് വെച്ച് പരീക്ഷ എഴുതിക്കോ. പ്രിൻസിപ്പലിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. ന്യൂ അഡ്മിഷൻ ആണല്ലേ? സ്റ്റുഡൻസ് സൽമാൻ ഹുസൈൻ നമ്മുടെ ക്ലാസ്സിലെ ന്യൂ അഡ്മിഷൻ ആണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്നു ഒരു കാരണവശാലും ഇട്ടിരുത്തരുത്. ലാസ്റ്റ് ബെഞ്ച് നമുക്ക് സ്വന്തം കട്ടത്തല് ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. ഇവിടെ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അളിയ, എനിക്ക് ലുക്കില്ലാത്ത കൊണ്ടാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത്. പോരാത്തതിന് എൻ്റെ പേരും ലോലു PP. ഞാൻ ഒരു തോൽവിയാണല്ലേ? വിഷമിക്കാതെടാ, ഇതൊക്കെ എനിക്ക് ഇപ്പോഴാ മനസ്സിലാവണേ. എന്നാലും അവൻ അടി കൊടുക്കണ്ടായിരുന്നു കേട്ടാ. ഒരു രസം. എന്നാലും വാഴയായ നിന്നെ അവൻ നോക്കിയല്ല. എന്തോന്നിവിടാ ചന്തേ? അയില 50. സാറെന്തിനാണ് നമ്മളെ വിളിപ്പിച്ചത്? എന്റെ മോളെ കെട്ടിച്ചു തരാൻ വേണ്ടി. അപ്പൊ സ്ത്രീധനത്തിനെ പറ്റി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കോപ്പി അടിക്കാം. എന്താണ് കൈ ചുരുട്ടി പിടിച്ചോ? ഏക്കടാ തുണ്ടെടുക്കടാ, തുറക്കടാ. അതിനകത്തൊന്നുമില്ല സാറേ. പ്ലീസ് സാറേ. എന്താടാ
ഒന്നുമില്ല. എന്താ കഴിക്കാത്തന്നെ ഒന്നുമില്ല സാറേ. കഴിക്കാത്തന്നെ തുറക്കടാ. ഇല്ല ഒന്നുമില്ല സാറേ. എന്താ മടി എന്താ സാർ, ഒന്നുമില്ല, തുറക്കടാ. ഒന്നുമില്ല. നീ മുമ്പേ എനിക്ക് സാർ, സാർ, ഒട്ടിച്ചു, സാർ, വീണ്ടും നീ എനിക്ക് ഒട്ടിക്കാൻ നോക്കണം. തുറക്കടാ. ഒന്നുമില്ല. തുറക്കടാ. സാർ സാർ ഇരിക്കടാ. ഒരുപാട് സർക്കസ് കണ്ടവനാണ് ഞാൻ. വീണ്ടും എന്നെ ശശിയാക്കാൻ നോക്കി. പേന ഇല്ലാത്തവന്മാരൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങടാ. ബോക്സ് ഇല്ലാത്തവന്മാരെല്ലാം ഇറങ്ങടാ. 2 ബോക്സ് ഉണ്ടോ? അച്ഛനെ വിളിച്ചോണ്ട് വരാത്തവന്മാരെല്ലാം ഇറങ്ങടാ ക്ലാസ്സിൽ നിന്ന്. 2 അച്ഛൻ ഇല്ല. ക്ലാസ്സിനാണോ ഉറങ്ങുന്നത്? ഇന്നലെ രാത്രി പണി ഉണ്ടാവും സാറേ. +2 പഠിക്കുന്നത് എന്തോ പണി? എന്റെ കല്യാണമായിരുന്നു ഇന്നലെ. നിന്റെ ആരുമായിട്ട്? +2 ബിയിലെ ലില്ലി ആയിട്ട്. സാറേ അടുത്ത ആഴ്ച എന്റെ കൊച്ചിന്റെ നൂലിട്ടാട്ടോ. കമ്പയർ സ്റ്റഡി വിളിച്ചിരുന്ന് പഠിച്ച് സാറായത് വെറുതെ ആയല്ലോ. അന്നേ വല്ല കമ്പയർ സ്റ്റഡിക്ക് പോയാൽ മതിയായിരുന്നു. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. സാർ വണ്ടോ, ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പറയൂ കൃഷ്ണൻ. ക്ലാസ് കഴിഞ്ഞിട്ടാണോ പരിപൂടൻ ജയം, അതോ ക്ലാസ്സിന് മുമ്പാണോ പരിപൂടൻ ജയം? +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ചോദ്യം ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ഒരിക്കലും +2 പാസ്സാവൂലല്ലോ. ഭാവിയെ കുറിച്ച് ഒരു ധാരണ വേണം. എന്താവണം, എന്താകണ്ട എന്ന് 100% പറയുന്നു. ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഒന്നും ആയില്ലെങ്കിലും സാറിനെ പോലെ ഒരിക്കലും ആവില്ല. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും ഒരു കഴിവില്ലായിരുന്നു. ഞാൻ സ്വന്തമായി തേച്ച് മിനുക്കി എടുത്തതാണ് ഇതൊക്കെ. പണ്ട് സ്വന്തമായിട്ട് തേച്ചു, ഇപ്പൊ മറ്റുള്ളവരെ തേക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ സ്കൂൾ സീസ് ചെയ്തിരിക്കുകയാണ്. ആരും അനങ്ങി പോകരുത്, മിണ്ടി പോകരുത്. മിണ്ടി എല്ലാത്തിനും കാച്ചു കളയും ഞാൻ. സംസാരിക്കുന്നവരുടെ പേര് എഴുതണോ? ഏതാ ഈ ദുരന്തൻ? ക്ലാസ്സിലെ മുന്തിയനം പഠിപ്പികളെ എനിക്ക് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. ഓക്കെ, എന്നാ ഞാനൊരു 45 ഡിഗ്രി മാറി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിൽക്കാം. ഇതൊക്കെ വരികയാണെങ്കിൽ പാസ്സായി. ഇതൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട്. യെസ്, പാസ്സായി. സാർ ഇതേപോലത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടോ? അത്രേ ഉള്ളൂ. പൊട്ടി. ബ്രോ, ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ മടിയാണ്. ഞാൻ എന്ത് ചെയ്യും? വാ, മോട്ടിവേഷൻ കൊടുക്കും. നീ ഫോണിന്റെ ഐഡി എനിക്ക് അയച്ചു തരിക. പറയാൻ മടിയാണെന്ന് ഒരു പെണ്ണ് തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ നിന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ നോക്കുന്നില്ല. പറഞ്ഞതല്ല ചെയ്യേണ്ടത്. ഓളെ വീട് എവിടെയെന്ന് പറയാ, അഡ്രസ് അയച്ചു തരിക. ബാക്കി നമ്മളേക്ക് നമുക്ക് പോയിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്താടാ പറയുന്നടാ? ഓനും പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ട് ഇഷ്ടാന്ന് പറയാൻ ധൈര്യമില്ല. അതിനുള്ള ധൈര്യം കൊടുക്കാനാ ഞാൻ പറഞ്ഞത്. ധൈര്യം വേണം മുത്തേ. ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും മാറ്റാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ തലേന്റെ ഉള്ളിലാണ്. അത് നമ്മൾ പ്രയോഗിക്കുക. അത് നമ്മള് ബുദ്ധിപൂർവമായിട്ട് പ്രയോഗിച്ചാൽ ഈ ലോകത്ത് എന്തും നമുക്ക് നേടാം. സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമല്ല. സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് വരാൻ പോകുന്ന നോമ്പിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. അപ്പൊ 30 ദിവസം നോമ്പ് കഞ്ഞി വെക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാവുന്നതാണ്. നമ്മൾ റെഡിയാണ്. കഞ്ഞി വെക്കാനാണ് മാമ, കുടിച്ചു തീർക്കാനല്ല. കഴിഞ്ഞ തവണ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ വെച്ചിരുന്ന ഈത്തപ്പഴം ആരോ കവറി കെട്ടി വീട്ടിൽ കൊണ്ടുപോകുന്നതായി. ഏത് ഹിമാറിന്റെ പള്ളിക്കറിയാ ബലത്തരം കാണിച്ചത്? ഹിമാറിനെ CCTV കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് മാമ. തറാവിക്ക് ശേഷം ഒരു പൊതിച്ചോറ് വീതമേ ഒരാൾക്കുള്ളൂ. അല്ല, ഇനിയിപ്പോ വീട്ടിൽ വയ്യാതിരിക്കുന്ന കോയക്കാനോട് വിളിച്ചുകൊണ്ട് വരണൂലെ പള്ളിയിലോട്ട്. കൊളസ്ട്രോൾ പേഷ്യൻസിനെ മാനിച്ച് നോമ്പ് തുറക്കുമ്പോൾ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കണ്ട, ഇല്ലാത്തവർ കഴിക്കട്ടെ എന്ന് പറയുന്നു സുലൈമാനെ. നമ്മക്ക് അറിഞ്ഞൂടാ. അത് തെറ്റാൻ നിനക്ക് അറിഞ്ഞൂടാത്തത്. ഇവിടെ എണ്ണ പലഹാരം കിട്ടാത്തതിന്റെ പെരിപ്പിലിരിക്കാൻ ഞാൻ മയത്തേകളും പന്നി. ഗംഗ റിവർ ആണോ പോണ്ടാണോ? റിവർ അല്ല, പിന്നെ പോണ്ടാണ്. കേട്ടിട്ടില്ലേ? ഗംഗ ഇപ്പൊ പോണ്ടാന്ന്. കുട്ടപ്പൻ ജയിൽ ചാടി, പോലീസ് എന്ത് ചെയ്തു? കൂടെ ചാടി.
പിന്നെ വേറൊരാളെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. നീ എന്റെ അടുത്ത് ചോദിക്കും. ഈ ലോകത്ത് ഒരു കാക്കയ്ക്ക് മാത്രം പറക്കാൻ കഴിയില്ല. ഷെറവലില്ലാത്ത കാക്ക അല്ല, പിന്നെ ഇക്കാക്ക. ഒന്നുകൂടെ ചോദിക്കും. വെള്ളമില്ലാതെ ഇങ്ങനെ കുളിക്കുക. വെള്ളമില്ലാതെ എങ്ങനെയാ കുളിക്കുന്നത്? വിയർത്ത് കുളിച്ചാൽ മതി. अरे भाई ബൈ ബൈ. नहीं 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 നെയ് ആ കടക്കുണ്ട്, സൂപ്പർ നെയ്. अरे भाई इस जगह का नाम क्या है? ഞാൻ ഇവിടെ പുതിയത് അവനെടുത്ത് ചോദിച്ചാൽ മതി. അത് അക്ഷയ കിട്ടും. നാളെ ലാസ്റ്റ് ഡേറ്റ്. मुझे चिन्नकड़ा जाना है भाई. ചിന്നക്കട ഇവർ രാത്രി പോകും, കൂടെ പോയാ മതി. बस कहाँ पे मिलेगा? अरे कूल हो जा भाई, कूल हो जा. ഇവനെങ്ങനെ കണ്ട്? കുറച്ചെങ്കിലും ഹിന്ദി അറിയത്തില്ല, ഒന്ന് ചോദിക്കുക എന്തേലും. सारे जहां से अच्छा. ഹിന്ദു സിത്ത ഹമാര ഹമാര. ओ अच्छा अच्छा. അത് പിന്നില്ല, പാവം പന്നി. इंग्लिश ओके. ഓക്കേ. Where's the bus? ഊർക്കമാമിനാണല്ലോ ചവിട്ടിയത്. എന്റെ ഒരു കിടില സാധനം ഉണ്ട്, ചോദിക്കട്ടെ? ചോരി സാലേ കമീനെ ഉല്ലൂക്കെ പട്ടെ. നിനക്കപ്പോ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമോ? അഭിനയിക്കാനല്ല, ജീവിക്കാൻ അറിയാം. എങ്കിലേ നീ കരയുന്നത് ഒന്ന് അഭിനയിച്ചു കാണിച്ചോ. എന്തും അപരാധമാണ് ഈ കാണിക്കണം. ചിരിച്ചോടാ കരയണേ. പോ. അയ്യോ സാറ്, എന്നെ റിമൂവ് ചെയ്യല്ലേ. ഇതിനു വേണ്ടി 5 ലക്ഷം രൂപ കൊണ്ടുവന്ന, ഇനി അതിനെ കൊണ്ടൊരു ബൈക്ക് വാങ്ങല്ലേ. യു ആർ സെലക്ടഡ് മോനെ. പൈസ എടുടാ. ഈ അഭിനയം എങ്ങനെയുണ്ട്? ഒരു ചായ. ചായക്ക് മധുരം കുറവല്ലോ. ചായക്ക് പഞ്ചസാര കൂടുതൽ ഇട്ടെങ്കിൽ എനിക്ക് ഷുഗർ വരും. നിനക്ക് ഷുഗർ വന്നെങ്കിൽ പിന്നെ നീ ചായ കുടിക്കാൻ വരല്ല. എനിക്കൊരു കസ്റ്റമർ കുറയും. ചായക്ക് 10 രൂപയല്ലോ, ഇത് പകുതിയല്ലോ ഉള്ളത്. ഞാൻ എനിക്ക് ഫുള്ള് പൈസ തന്നെങ്കിൽ നീ പെട്ടെന്ന് മുതലാളിയാവും. പിന്നെ നീ ഇലക്ഷനിലെല്ലാം നിന്നിട്ട് നാളെ പ്രധാനമന്ത്രിയാവും. പിന്നെ നീ ഈ ഹോട്ടലെല്ലാം പൂട്ടും. അപ്പൊ ഞാൻ എവിടുന്ന് ചായ കുടിക്കും? വെയിലും മഴ, കുറുക്കന്റെ കല്യാണം ഒന്ന്. കുറുക്കനെ ഒരു പെണ്ണ് സെറ്റ് ഇങ്ങനെ നടന്നോ? പപ്പ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. 10,000-ന് എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യം. 1 2 3 4 ദാ അയച്ചിരിക്കുന്നു. 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ട്. അതെന്തോടോ പിഷാരടി പറഞ്ഞ? സാധാരണ മമ്മൂക്കയല്ലേ അതൊക്കെ പറയുന്നത്? മമ്മൂക്കയുള്ള എല്ലായിടത്തും പിഷാരടി ഉണ്ടല്ലോ. മമ്മൂക്ക് ചെറിയ അതാ പിഷാരടി എന്ന് പറഞ്ഞത്. കാര്യമാക്കണ്ടേ, ഇങ്ങനെ കണക്കണാന്നങ്ങ് പറഞ്ഞോണ്ടിരിക്കും. ഫിഷിന്റെ സ്പ്രേ. പിഷാരടിയല്ല, ഫിഷ്. എടോ മറ്റേ ഇച്ചിരി മുഖമൊക്കെ ചുളുങ്ങി മഞ്ജുപ്പിള്ള. ഇവിടെ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള സ്പ്രേ ഏതാ സാറേ? ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മണമുള്ള സ്പ്രേ ആണ് ഏറ്റവും കൂടുതൽ വിജയിച്ചത്. ആണോ? അത് വിജയിക്കാനുള്ള അതിന്റെ രഹസ്യം, വരുന്ന ഒരു നാർക്കും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ശരിക്കുള്ള മണം അറിയത്തില്ലല്ലോ. അതാ അതിന്റെ ഏറ്റവും വലിയ വിജയം. ഓഹോ, കാർത്തിക് സൂര്യയുടെ മണമുണ്ട്. പക്ഷെ വലിയ ഗുണമില്ല. തന്നെ നിൽക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. പക്ഷേ ഈ കാഴ്ചക്കാരായി എത്തിയ അതിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അത് അവിടെ വന്ന് ഇരുന്നൊക്കെയാണ് കാഴ്ച കാണുന്നത്. അവിടെ പോലീസിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ 3 പേർ അവിടെ ഉത്സവപ്പറമ്പിൽ ഗാനമേള കാണാൻ വന്നിരിക്കുന്ന പോലെയാണ് ആ 3 പേർ അവിടെ ഇരുന്ന കാഴ്ച കാണുന്നത്. ഇതെന്താ ലെഗിൻസാ? ഇതിന്റെ ടോപ്പ് അവിടെ ലെഗിൻസാ. എടാ എപ്പോഴും ഒരാണെങ്കിൽ നടന്നെങ്ങനെ ഒരു വെറൈറ്റി പിടിച്ച് എങ്ങനെയുണ്ട്? ഇത് 2010 പെൻസിൽ ഫിറ്റ് ഇല്ലേ? എടാ പെമ്പിള്ളാരും വല്ലപ്പോ ഈ ലെഗിൻസ് എടുത്തില്ലല്ലോടാ. ഇതെന്താ നിർത്തി അടിപ്പിച്ച്? ഒന്ന് പോടാ. ഇതെന്താ ഗുണാക്കേവാ സുഭാഷേ? മോനെ എന്താടാ എണ്ണ തീർന്നോയാ കുട്ടാ? ഇല്ല, എണ്ണ അടിച്ചപ്പോഴേ കൂടിപ്പോയി. അങ്ങനെ വെയിറ്റ് കാരണം തള്ളിക്കൊണ്ട് പോണ്. ഒരു സഹായം വല്ലതും വേണോ? ഓ എന്താടാ? എന്നാ ഇത് തള്ളിക്കൊണ്ടു എന്റെ കൂടെ. ഡീസലാണോ പെട്രോൾ ആണോ? ഒരു ഗ്ലാസ് അവിൽ മിൽക്ക് ഇതിലോട്ട് ഒഴിയടാ. എങ്ങോട്ടാ സാറേ? മനസ്സമാധാനം കിട്ടുന്നത് ഇങ്ങോട്ടെങ്കിലും. ഒന്നാം തീയതി ബാറിൽ അവധിയാണ് സാർ.
ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതാരാണ്? ശരി, നീൽ ആംസ്ട്രോങ്. എല്ലാവർക്കും അറിയാം. രണ്ടാമതായി കാലുകുത്തിയതാരാണ്? അതും നീൽ ആംസ്ട്രോങ് ആണ് സാർ. പിന്നെ ഒറ്റക്കാലിൽ നടക്കണമെന്നാണ്. ജോൾസിനല്ലേ? അല്ലടാ, റിമി ടോമി. എന്നാ വെച്ചാൽ ഒരു പാട്ട് പാടോ ബ്രോ? ഇവ ഒരു ഇൻട്രോവേർട്ടാണ്. ഇൻസ്റ്റാൾമെന്റിനാണെങ്കിൽ എടുക്കാം. എന്തോന്ന് ഇൻവെർട്ടർ? ഇൻവെർട്ടർ അല്ല, ഇൻട്രോവേർട്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒന്നും മിണ്ടൂല. ഫോർ എക്സാമ്പിൾ, എന്റെ ഫാദർ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയത്, അവിടെ പന്നിക്ക് ചെയ്യുന്ന ഒരു കെണി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് പോലും അവൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. അല്ല, അച്ഛൻ ഒരു നല്ല കാര്യത്തിന് പുറകിൽ നിന്ന് വിളിച്ച് അച്ഛൻ എന്ത് വിചാരിക്കും? കഴിഞ്ഞ ദീപാവലിക്ക് ഒരു വാണം വിട്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. എന്നിട്ട് ആ വാണം നേരെ ചെന്ന് ഇവിടെ അവന്റെ പെരപ്പുറത്താണ്. അത് നിന്ന് കത്തി. എന്നിട്ട് പോലും ഹി ഡോണ്ട് കോൾ ഫയർഫോഴ്സ്. ഫയർഫോഴ്സ് ഞാനോട്ട് കമ്പനി ഒന്നും ഇല്ല. അപ്പൊ ഞാൻ അവരെ വിളിക്കുമ്പോ അവരെന്ത് വിചാരിക്കും? ഇവനൊരു പെണ്ണ് കിട്ടിയാൽ തീരാന്നുള്ള പ്രശ്നമുണ്ട്. അയ്യോ, ഞാൻ കല്യാണം ഒന്നും കഴിക്കൂല. കല്യാണം കഴിക്കുമ്പോ എനിക്ക് നോക്കും കൊച്ചുണ്ടാവില്ലേ? അപ്പൊ എന്റെ അച്ഛനും അമ്മ എന്നെ പറ്റി എന്തോന്ന് വിചാരിക്കും? നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. എന്താ അമ്മ ഇവിടെ? ബസ് കയറുവാൻ നിൽക്കുവാ കുഞ്ഞെ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുച്ച് നിൽക്ക്. ബസ് നന്നായി കയറിക്കോളൂ. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി, എന്നെ ഒന്ന് സഹായിക്കണം. ഓ, അതിനെന്താ, ആ അടിയാൻ പിടിക്കാം. സുഖല്ലേ? വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ ഹൈർ. അതല്ല പപ്പ എനിക്ക് എന്തിനാ കയ്യില്? പപ്പയുടെ പാന്റ് കയറി, ഇല്ലെ പപ്പയുടെ ഡിങ്കിൾ ബെൽസ് എല്ലാരും കാണും. കത്തിയ ഇത് മറ്റേ സംഘമല്ലേ? ബലാൽ സംഘം, കുർക്കുറെ സംഘം. ചേട്ടാ, ഒരു 50 രൂപ ഉണ്ടാവും ബസ്സിന് പോകാൻ പൈസ ഇല്ലാണ്ട്. അതെ, ഇതൊക്കെ വേണം വലിക്കുമോ? അത് വാങ്ങാനേ പൈസ വെക്കും. നിന്റെ പ്രേമം എന്താടാ പൊട്ടിയത്? ഓ, അവക്ക് എന്നെക്കാട്ടി ഹൈറ്റ് ഉള്ള ഒരുത്തനെ വേണോ? എങ്കിലേ കെട്ടിപ്പിടിക്കുമ്പോ നെഞ്ചിടിപ്പ് കേൾക്കത്തുള്ളൂ. അവിടെ തന്തയുടെ പേര് ECG മെഷീൻ എന്നായിരിക്കും. നിങ്ങൾക്കറിയാമോ, 480 രൂപ ടിക്കറ്റിന് 480 രൂപ ടിക്കറ്റ് കൊടുത്താണ് ഞാൻ പടം കാണാൻ വേണ്ടി വന്നത്. പടം കാണാൻ ആ 480 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ സുമേഷും കൂടെ 460 രൂപയ്ക്ക് മാംഗോ ചില്ലി എടുത്ത് 20 രൂപയ്ക്ക് 2 താറാമുട്ടയെ മാറ്റി ഞങ്ങൾ സുഖമായിട്ട് അടിക്കുമായിരുന്നു. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒരു ഒന്ന് കാണാം. ക്യാമറയ്ക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉണ്ണി കണ്ടോ? ഉണ്ണിയാണ് നെഞ്ചത്തിരിക്കുന്നത്. പെണ്ണിനെ വിട്ട് ഉണ്ണീനെയാണ് മനസ്സിൽ കയറ്റിയിരിക്കുന്നത്. ഇഷ്ടമാണ് ഉണ്ണീനെ. ഭയങ്കര ഇഷ്ടം. ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചത്. ആർക്ക്? ചേട്ടന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ പെൺകുട്ടി വന്ന് ഈ ഉണ്ണിയുടെ ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടൻ? അവളെ ഒഴിവാക്കും. അവളെ ഇപ്പുറത്തെ നെഞ്ചി ബാധിച്ചൂടെ? വേണ്ട, താല്പര്യമില്ല. ആദ്യം ഒന്ന് എല്ലാം ചേരുവകളെല്ലാം കറക്റ്റാണെന്ന് നോക്കാം. ഇടിയപ്പം സത്യം പറഞ്ഞാൽ മണത്ത് നോക്കല് നടക്കുന്ന കാര്യമല്ല, പക്ഷെ കറികൾ പറ്റും കേട്ടോ. ഉപ്പ് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. ഈ റീലും തോണ്ടിക്കൊണ്ടിരിക്കാണ്ട് വല്ല പണിക്കും പോടാ അവരാതാമേ. നിന്റെ ഒരു അമ്മാവൻ പറഞ്ഞതായി കിട്ടിയാൽ മതി കേട്ടോ.